കൂട്ടി. പെട്രോളിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയുമാണ് കൂട്ടിയത്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ 4 തവണയാണ് വില വർദ്ധിപ്പിച്ചത്. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന്റെ വില 115 രൂപ 32. ആയിക്കോട്ടെ, 115 റുപ്യ 32 പൈസ എന്ന് വെച്ചാൽ 116 റുപ്യയിലേക്ക് തന്നെ ചിലയിടത്തൊക്കെ എത്തിയിട്ടുണ്ടായിരിക്കും. സന്തോഷം പറയാലോ. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര അധികം സന്തോഷം ഉണ്ടാക്കിയൊരു വാർത്തയായിരുന്നു ഇത്. അങ്ങനെ പെട്രോൾ വില വർധനയെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ ചുമ്മാ അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുമ്പിലേക്ക് അത് ഒരു പുതിയ വാർത്ത കൂടി വരുന്നു. അതുകൂടി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. നിങ്ങൾ ആ വാർത്ത കേട്ടിട്ടില്ലേ? എങ്കിൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ഇതൊന്ന് കേൾക്കണം കേട്ടോ. പെട്രോളിന് വില വർദ്ധിച്ചത് അറിഞ്ഞിരുന്നു. എങ്ങനെയാ മുന്നോട്ട് പോകാൻ സാധിക്കുമോ? മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ എന്തിത്രാണ് ഞാൻ പറയേണ്ടത്? ഓരോ ദിവസവും വില വർദ്ധിക്കുകയാണ്. അത് ഗവൺമെന്റിന്റെ ഒരു പുതിയ നയമല്ലേ അല്ലേ? നമ്മൾ അതിനോട് യോജിച്ചല്ലേ പറ്റുള്ളൂ. അടിപൊളി അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ ഗവൺമെന്റിന്റെ പുതിയ നയമല്ലേ, നമ്മൾ അതിനോട് യോജിച്ചല്ലേ പറ്റുള്ളൂ എന്ന് പറയുന്നത്. ഈ ചേച്ചിയെ ഞാൻ 2 സ്ഥാനത്തേക്ക് യോജിക്കും. ഒന്നെങ്കിൽ ചേച്ചി BJP-കാരിയാണ്, അല്ലെങ്കിൽ ചേച്ചി കോൺഗ്രസ്സുകാരിയാണ്. കോൺഗ്രസ്സുകാരിയാണെങ്കിൽ ചേച്ചി വിചാരിച്ചത് ഈ വില കൂട്ടിയത് VD സതീശൻ എന്നാണ്. അപ്പോൾ ചേച്ചിക്ക് ഈ സമയത്ത് VD സതീശൻ ജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് അതിനെ ന്യായീകരിച്ചല്ലേ വെക്കൂ. അതിന് ഭാഗമായിട്ട് ചേച്ചി പറഞ്ഞതായിരിക്കാം ചിലപ്പോൾ ഇത് കോൺഗ്രസിന്റെ പുതിയ നയമല്ലേ, പുതിയ ഗവൺമെന്റ് അല്ലേ, ഇത് ഗവൺമെന്റിന്റെ പുതിയ നയമല്ലേ, പുതിയ ഗവൺമെന്റ് അല്ലേ, അപ്പൊ അതിനോട് നമ്മൾ യോജിച്ചല്ലേ ഒക്കൂ എന്നാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ചേച്ചി ഒരു BJP അനുഭാവിയാണ്, മോദിജിയുടെ ഒക്കെ ഭയങ്കര സ്നേഹമുള്ളതാണ്. അപ്പോൾ മോദിജിയുടെ നമ്മുടെ ഗവൺമെന്റ് പുതിയ എന്ത് നയം വന്നു കഴിഞ്ഞാലും അതിനോട് യോജിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചേച്ചിയാണ് ഇതെന്നാണ് എനിക്ക് തോന്നിപ്പോയത്. ചേച്ചി നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല കേട്ടോ. ഇതേപോലെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. എത്ര തന്നെ വില കൂട്ടിയാലും 50 രൂപയ്ക്ക് പെട്രോൾ തരാമെന്നും പറഞ്ഞ് കയറിയന്മാരാണ് കേട്ടോ. എത്ര തന്നെ വില കൂട്ടിയാലും അത് നമ്മൾക്ക് രാജ്യവികസനത്തിന് അത് കക്കൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ വിചാരിച്ചടക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് നമുക്ക് ചേച്ചി ഒന്നും പറയാൻ സാധിക്കില്ല. എന്തായാലും ചേച്ചിയുടെ നിലപാട്, ചേച്ചിയുടെ ചില വാക്കുകളൊക്കെ ദ ബെസ്റ്റ് ആണ്. കേൾക്കണം. അപ്പൊ ഞാനിപ്പോ നെഗറ്റീവ് പറയണോ പോസിറ്റീവ് പറയണോ എന്ന് എനിക്കറിയില്ല. എനിവേ നമ്മൾ അതിനോടനുസരിച്ച് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ അല്ലേ? അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ്. അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. കാരണം ഓരോരോ പുതിയ ആളുകൾ വരും, അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ ചേച്ചി വിചാരിച്ചത് കേരളത്തെ കുറിച്ച് തന്നെയാണ്. എനിക്ക് തെറ്റിപ്പോയി. ഞാൻ വിചാരിച്ചു മോദിജിയോടുള്ള അപാരമായ സ്നേഹം കൊണ്ടാണ് ഈ പറയുന്നത്. അല്ല, ഇദ്ദേഹം നമ്മുടെ VD സതീശന്റെ ഒപ്പമുള്ള ഒരാളാണ്. അപ്പോൾ ഓരോരോ ഗവൺമെന്റ് വരുമ്പോൾ ഓരോരോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു. ഇപ്പൊ ചേച്ചിക്ക് തന്നെ ചേച്ചി എന്തൊരു പ്രൊഫഷണൽ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഒരു പുതിയ പോസ്റ്റിലേക്ക് കയറുമ്പോൾ എന്റേതായ മാറ്റങ്ങൾ ഞാൻ അവിടെ വരുത്തും. അതേപോലെ ഓരോരുത്തർ വരുമ്പം ഓരോരുത്തർ നല്ലത് മറ്റവർ നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ സമയവും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ മാറ്റങ്ങളൊക്കെ നമ്മള് സഹിച്ചേ ഒക്കൂ എന്നുള്ളതാണ് ചേച്ചി പറയുന്നത്. സഹിച്ചേ ഒക്കൂ എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ സഹിക്കാം. പക്ഷേ ഇങ്ങനെ സഹിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ നമ്മുടെ സർക്കാരിനോട് ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടാനുണ്ട്. തീർച്ചയായിട്ടും ആവശ്യപ്പെടണം. എന്താണ് ആവശ്യപ്പെടേണ്ടതിനെ പറ്റി ഞാൻ പറയാം. അതിനു മുമ്പ് നമ്മുടെ അരുൺ കുമാറിന് എന്തോ പറയാനുണ്ട്. കൗതുകകരമായ കാര്യം, പണ്ട് 1 രൂപ 2 രൂപ അതൊക്കെ വിലവർധന വരുന്ന സമയത്ത് സമരവുമായിട്ട് തെരുവിലിറങ്ങുന്ന മനുഷ്യനെ കണ്ടു. ഇപ്പോൾ 8 രൂപ കഴിഞ്ഞ 12 ദിവസം കൊണ്ട് കൂടി കഴിഞ്ഞിട്ടും ചില ആളുകളൊക്കെ പറയുന്നു ഇതൊക്കെ അല്ലേ കൂടുവായിരിക്കും കേട്ടോ എന്ന മട്ടിലാണ് പ്രതികരണം. ഇപ്പോൾ പ്രതികരണം തന്നെ തണുത്തു പോയിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണല്ലേ നമ്മളുടെയൊക്കെ പ്രതികരണത്തിൽ വന്നിരിക്കുന്ന മാറ്റം. പണ്ട് തെരുവിലിറങ്ങുകയും സൈക്കിൾ ഉന്തിക്കൊണ്ട് പോവുകയും തെരുവിലിറങ്ങുകയും സൈക്കിൾ ഉന്തിക്കൊണ്ട് പോവുകയും ചെയ്തിരുന്ന ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടില്. അത്തരം ആളുകളൊക്കെ ഇനി എന്ത് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ അത് ആരെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു ഞാനിപ്പോൾ എന്താ ഇപ്പം തുറന്നേ അതല്ലല്ലോ മറ്റല്ലല്ലോ നമ്മുടെ കേരളത്തില് ഇതിനു മുമ്പും പെട്രോൾ വില വർധന ഭയങ്കരമായിട്ടുണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ പ്രതികരണങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം. നിയമസഭയിൽ സത്യഗ്രഹ സമരം തുടങ്ങി. ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ, CR മഹേഷ്, നജീബ് കാന്തപുരം എന്നിവരാണ് സഭാ കവാടത്തിൽ സത്യഗ്രഹം തുടങ്ങിയത്. പ്രതിപക്ഷത്തിന്റെ സമരം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ബജറ്റ് ചർച്ച തുടങ്ങും മുമ്പ് സഭാതലത്തിൽ പ്രഖ്യാപിക്കുകയായിരുന്നു. നിങ്ങൾക്കിത് മനസ്സിലായോ? ഇത് ഏകദേശം 3 വർഷം മുമ്പുള്ള ഒരു വീഡിയോ ആണ്. 3 വർഷം മുമ്പുള്ള വീഡിയോ ആണ്. അന്ന് നമ്മുടെ VD സതീശൻ ചേട്ടൻ പ്രതിപക്ഷ നേതാവായിരുന്നു. അന്ന് ഇതേപോലെ തന്നെ വില കൂടുതലൊക്കെ ഇത്ര കൂടിയിട്ടില്ല. എന്നാൽ
ഇതിനൊരു അടുത്തുള്ള ഒരു വില കൂടുതലൊക്കെ അന്ന് പെട്രോളിനുണ്ടായിരുന്നു. അന്ന് ഇന്ധന സെസ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. ആ സെസ് എടുക്കൽ ഗവൺമെന്റ് കൊണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ കുറേ പൈസ കുറഞ്ഞു കിട്ടും. ഇവിടെ പെട്രോൾ അടിക്കുന്ന ആളുകൾക്ക് കുറേ പൈസ കുറഞ്ഞു കിട്ടും. അങ്ങനെ ആ ഇന്ധന സെസ് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് വി ഡി സതീശൻ ചേട്ടൻ എന്ത് ചെയ്തായിരുന്നു? അതിഗംഭീരമായിട്ടൊക്കെ സമരം ചെയ്തായിരുന്നു. ഭീകര സമരങ്ങൾ അന്ന് നടത്തി കേട്ടോ. പക്ഷേ ഇപ്പം അദ്ദേഹം അന്ന് മന്ത്രിയാണ്, അതും നമ്മുടെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നമ്മൾ ഇതേ മനുഷ്യനോട് ഈ പെട്രോൾ വില വർധന കൂടുകയാണെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇംഗ്ലീഷിലൊരു ഡയലോഗ് ഉണ്ട്. അതാണ് മക്കളെ പൊളി. We are discussing the impact of the increase in the petroleum products, price of the petroleum products are discussing. പെട്രോളിയം പ്രോഡക്റ്റ് ഡിസ്കസ് ചെയ്താലും പെട്രോളിയം പ്രോഡക്റ്റ് ഡിസ്കസ് ചെയ്തില്ലെങ്കിലും ഇത് എൻ്റെ സുഹൃത്തുക്കളെ ഏകദേശം 4-5 ദിവസം മുമ്പത്തെ ഒരു വീഡിയോ ആണ്. അന്ന് മുതൽ പെട്രോളിന് വില കൂടാൻ തുടങ്ങിയതാണ്. അന്ന് ഡിസ്കഷൻ തുടങ്ങിയതാണ്. ഇതുവരെ ഡിസ്കഷൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ മാധ്യമങ്ങൾ ആരും ചോദിക്കുന്നേയില്ല, എന്താണ് മുഖ്യമന്ത്രി നിങ്ങൾ ഡിസ്കഷൻ കഴിഞ്ഞില്ലേ, നിങ്ങൾ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഈ സെസ്സൊക്കെ ഒന്ന് കുറയ്ക്കുമോ? പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നിങ്ങൾ നടുത്തളത്തിലും കവാടത്തിലൊക്കെ പോയിരുന്ന് സമരം ചെയ്ത ആൾക്കാരല്ലേ, ഇപ്പൊ എന്തോ മിണ്ടാനില്ലേ എന്ന് ആരും ചോദിക്കുന്നില്ലെന്നേ. And we are assessing the impact on the public. Then we will check. Then we will take a decision on. കണ്ടില്ലേ, ഗംഭീരമാണ്. എത്രത്തോളം ഇതിന് ഇമ്പാക്ട് ഉണ്ടാവും ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു ഉത്തരം പറയുമെന്ന് പറഞ്ഞ് ഇനി നിങ്ങൾക്കൊരു 4 വർഷം മുമ്പത്തെ 4 വർഷം മുമ്പത്തെ ഒരു വീഡിയോ കാണിച്ചു തരാം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോഴിക്കോട്ട് മാധ്യമങ്ങളെ കാണുകയാണ്. റിസഷനും സാമ്പത്തിക മാന്ദ്യവും ഒരുമിച്ച് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയാണ്. ആ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഗുരുതരമായി ബാധിച്ചിരിക്കുന്നത് റെസ്റ്റോറന്റുകളെയാണ്, ഹോട്ടലുകളെയാണ്. ആ ഹോട്ടലുകളാണ് വാണിജ്യ ആവശ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നത്. ഈ ലോക രാജ്യങ്ങളിൽ മുഴുവൻ കണ്ടില്ലേ, ഇന്ധന വില വർധനയെ കുറിച്ചൊരു ഗംഭീരമായിട്ടുള്ള ഒരു പ്രസംഗമാണ് അന്ന് പ്രതിപക്ഷ നേതാവ് നടത്തിയിരുന്നത്. ഇങ്ങനെയൊക്കെ നടത്തിയിരുന്ന ഈ മനുഷ്യൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പെട്രോൾ വില വർധന ഉണ്ടാവുന്നുണ്ട്. എത്രയാണ് കേന്ദ്രം കൂട്ടുന്നത് അതിന് തത്തുല്യമായ രീതിയിൽ തന്നെ കേരളത്തിലും കൂടിയിട്ടുള്ള ഒരു വില വർധന ഇപ്പം 115-ലെത്തിയിരിക്കുന്നു. ഈ 115 ഈ പെട്രോൾ വില വർദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്രോളിന്റെ വില വർധനവ് മാത്രമല്ല, ഈ പെട്രോൾ അടിച്ചു വരുന്ന വണ്ടികൾക്കൊക്കെ ആ വണ്ടിയിലൂടെ കൊണ്ടുവരുന്ന സംഗതികൾക്കൊക്കെ വില കൂടും. ഡീസൽ വില കൂടിക്കഴിഞ്ഞാൽ പച്ചക്കറി മാർക്കറ്റിലൊക്കെ പച്ചക്കറികൾക്ക് വില കൂടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സകലമാനിടത്തും വില കൂടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച മലയാളത്തിൽ നമ്മളിപ്പോൾ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ വാങ്ങിക്കുന്ന സംഗതികൾക്കൊക്കെ വില കൂടിയിട്ടുണ്ട്. ഇതിനെതിരെ നമ്മുടെ മാധ്യമങ്ങൾ കമാന്നൊരക്ഷരം മിണ്ടില്ല. കാരണം അവർക്കിപ്പോൾ അന്വേഷണാത്മക പത്രപ്രവർത്തനമൊന്നും വേണ്ട. കാരണം ചില പ്രിവിലേജ്ഡ് ആൾക്കാരാണ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് അവരതിനെക്കുറിച്ചിട്ടൊന്നും മിണ്ടില്ല, ഒന്നും പറയില്ല എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് നിശബ്ദമായിരിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളതുകൊണ്ടൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ